വചനം 5. വാക്കർത്ഥം. ഇന്ന നിശ്ചയമായും നാം, സനുൽഖി ഇട്ടേച്ചു തന്നേക്കും, അവതരിപ്പിച്ചു തന്നേക്കും, തരാൻ പോകുന്നു, അലൈക നിന്റെ മേൽ, ഖൗലൻ ഒരു തരം വചനം, സഖീലൻ ഭാരപ്പെട്ട. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ നിശ്ചയമായും ഭാരപ്പെട്ട ഒരു വചനം നാം നിന്റെ മേൽ ഇട്ടേച്ച് അവതരിപ്പിച്ച് തരാൻ പോകുന്നു. വചനം 6. വാക്കർത്ഥം. ഇന്ന നാശിഅത നിശ്ചയമായും ഉണർന്നെഴുന്നേൽപ്പ്, അല്ലൈലി രാത്രിയിലെ, ഹിയ അത്, അഷദ്ദു കഠിനമായതത്രേ, ശക്തമായതത്രേ, വത്അൻ സമ്മർദ്ദം, വഅഖ്വമു കൂടുതൽ ചൊവ്വുള്ളതും ചൊവ്വാക്കുന്നതും, ഖീല വാക്ക്, വചനം. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ നിശ്ചയമായും രാത്രി നമസ്കാരത്തിന് ഉണർന്നെഴുന്നേൽക്കുക എന്നത് അത് കൂടുതൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നതും വാക്ക് കൂടുതൽ ചൊവ്വാക്കുന്നതുമത്രേ. വചനം 7. വാക്കർത്ഥം. ഇന്നലക നിശ്ചയമായും നിനക്കുണ്ട്, ഫിന്നഹാരി പകലിൽ, സബ്ഹൻ സഞ്ചാരം, വ്യാപരിക്കൽ, ജോലിത്തിരക്ക്, ത്വവീലൻ നീണ്ട, ദീർഘിച്ച. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ ത്വവീലാ നിശ്ചയമായും പകലിൽ നിനക്ക് ദീർഘമായി ജോലിത്തിരക്കുണ്ട്. വചനം 5 മുതൽ 7 വരെയുള്ളവയുടെ വിശദീകരണം. ഭാരപ്പെട്ട വചനം ഇട്ടുതരാൻ പോകുന്നുവെന്ന് പറഞ്ഞത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കുവാനിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ ആദിയായവ ഉദ്ദേശിച്ചാകുന്നു. ഖുർആന്റെ സന്ദേശങ്ങൾ നടപ്പിൽ വരുത്തലും പ്രബോധനം ചെയ്യലും വളരെ ഭാരിച്ച കൃത്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ വഹിയാകുന്ന ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിക്കലും കേവലം ഭാരമേറിയ ഒരു കാര്യമത്രേ. തണുപ്പേറിയ ദിവസങ്ങളിൽ പോലും വഹ്യ് വരുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി വിയർക്കാറുണ്ടായിരുന്നുവെന്നും ഒട്ടകപ്പുറത്തു വെച്ച് വഹ്യു ലഭിക്കുമ്പോൾ അതിൻ്റെ ഭാരം നിമിത്തം ഒട്ടകം നിലം പതിക്കാറാകുമായിരുന്നുവെന്നും ഹദീസുകളിൽ കാണാവുന്നതാണ്. ഭാരമേറിയതും അതിമഹത്തായതുമായ ആ ചുമതലകൾ ഏറ്റുവാങ്ങുവാനും നിറവേറ്റുവാനും വേണ്ടുന്ന ദൈവീക സഹായവും ആത്മീയ ശക്തിയും സിദ്ധിക്കുവാനുള്ള മാർഗമത്രേ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ചെയ്യുന്ന നമസ്കാരകർമ്മം. രാത്രിയിലെ നമസ്കാരം പകലിലെ നമസ്കാരത്തേക്കാൾ പ്രയാസപ്പെട്ടതും ഭാരപ്പെട്ടതുമാണ്. അതേ സമയത്ത് ആത്മനിയന്ത്രണത്തിനും ആത്മപരിശീലനത്തിനും അത് കൂടുതൽ ഉപകരിക്കുകയും ചെയ്യുന്നു. ഏകാഗ്രതയും മനസ്സാന്നിധ്യവും അത് വർദ്ധിപ്പിക്കുന്നു. നാവിനും ഹൃദയത്തിനുമിടയിൽ കൂടുതൽ പൊരുത്തവും സംയോജനവും ഉണ്ടാകുന്നു. നിശബ്ദവും സ്വസ്ഥവുമായ അവസരമാണല്ലോ രാത്രി സമയം. അല്പമുറങ്ങി വിശ്രമിച്ച ശേഷം എഴുന്നേറ്റ് വുളൂ ചെയ്ത് കഴിയുന്നതോടെ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ചൈതന്യവും ഉന്മേഷവും സംജാതമായിത്തീരുന്നു. അന്യചിന്തകളുടെയോ ജോലിത്തിരക്കുകളുടെയോ അലട്ടില്ലാത്ത ആ അവസരം നമസ്കാരം, പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ് തുടങ്ങിയ ആരാധനകൾ നടത്തുവാൻ ഏറ്റവും പറ്റിയതുതന്നെ. ഇങ്ങനെയുള്ള വസ്തുതകളെയാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്ത ഒരു വചനം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരാൾ ഉറങ്ങുമ്പോൾ
പിശാച് അവൻ്റെ പിരടിക്ക് 3 കെട്ടുകൾ കെട്ടുന്നു. അവൻ ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന പക്ഷം ഒരു കെട്ടഴിഞ്ഞു പോകും. എഴുന്നേറ്റ് വുളു എടുത്താൽ മറ്റൊരു കെട്ടഴിയും. നമസ്കരിച്ചാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. അങ്ങനെ അവൻ ചൊടിയുള്ളവനും ഹൃദയം ശുദ്ധമായവനുമായി നേരം പുലരും. അല്ലാത്ത പക്ഷം മനസ്സ് ദുഷിച്ചവനായും മടിയനായും കൊണ്ടും നേരം പുലരും. റവാഹുൽ ബുഖാരി വ മുസ്ലിം.